നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡു ഗീറ്റിക്കൽ. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ സത്യൻ പൊന്നൂക്കര. തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ ആട് കർഷകർക്കും ആളെ പറ്റി അറിയാം. നമ്മുടെ പണ്ടത്തെ ഏറ്റവും നല്ലൊരു ആട് കർഷകനാണ്. ആളുടെ അടുത്ത് സ്റ്റഡ് സർവീസ് അവൈലബിൾ ആണ്. ആളുടെ കയ്യിൽ ബീറ്റിലുണ്ട്, ജിംനാപ്യാരി ഉണ്ട്, ഹൈദരാബാദി ഉണ്ട്, എല്ലാതരം മുട്ടന്മാരുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റഡ് സർവീസിന് താല്പര്യമുള്ളവർ, തൃശ്ശൂർ ജില്ലയിൽ സ്റ്റഡ് സർവീസിന് താല്പര്യമുള്ളവർ 9847460026 എന്ന നമ്പറിൽ വിളിച്ചിട്ട് പോവുക. അപ്പോൾ ആളുടെ സൗകര്യം കൂടി നമ്മൾ നോക്കണം. വിളിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റഡ് സർവീസിന് കൊണ്ടുപോവുക. ഇഷ്ടപ്പെട്ട മുട്ടന്മാരായിട്ട് നമുക്ക് ക്രോസ് ചെയ്യിക്കാം നമ്മുടെ ആടുകളെ. അപ്പോൾ ക്രോസിങ്ങിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ആൾ വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും. അതേപോലെ ആളെ പറ്റി അറിയാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരല്ല, കേരളത്തിലെ എല്ലാവർക്കും അറിയാം. പണ്ട് മുതലേ ആട് വളർത്തുന്ന ആളാണ്. പണ്ട് മുതലേ ബീറ്റുള്ള ഹൈദരാബാദി എല്ലാത്തിനെയും വളർത്തുന്ന ആളുകളാണ്. അപ്പോൾ ആളറിയാത്തവർ വളരെ കുറവാണ് നമ്മുടെ ആട് കർഷകരിലുള്ള കേട്ടോ. അപ്പോൾ ആളിൽ ഫീമെയിൽസും കുട്ടികളൊക്കെ കൊടുക്കാനുണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളിൽ ഉണ്ടാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തരും. അപ്പം നമ്പർ ഞാൻ ഒന്നുകൂടിയും പറയാം, എഴുതിയെടുത്തോളൂ. 9847460026 തൃശ്ശൂർ ജില്ലയിൽ പൊന്നൂക്കരയാണ് സ്ഥലം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടിപൊളി ആടുകളെ, നല്ല ആടുകളെ നല്ല മുട്ടന്മാരായിട്ട് ക്രോസ് ചെയ്യിച്ചാൽ മാത്രമേ നല്ല കുട്ടികളെ കിട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇഷ്ടപ്പെട്ട മുട്ടന്മാരെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്രോസ് ചെയ്യിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ആട് മാത്രമല്ല, ഇപ്പോൾ ആടിൻ്റെ ആട്ടുംകാട്ടം വേണമെങ്കിലും അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. അത് അദ്ദേഹം ഉള്ളതിനനുസരിച്ച് ആൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിലയും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞ് അത് തരും. അപ്പോൾ ആളുടെ അടുത്ത് ചോദിക്കുക. ഇപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഏതാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചാൽ നല്ല കുട്ടികളുണ്ടാവുന്നതെന്ന് ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറഞ്ഞുതരും. പ്രത്യേകിച്ച് ക്രോസ് ബ്രീഡ് ആടുകൾ. ഇപ്പം നമ്മളെക്കാളും കൂടുതൽ അറിവുള്ള ആളാകുമ്പോൾ ആളുടെ അടുത്താണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ ബ്രീഡ് ആടുകളാണെങ്കിൽ ബ്രീഡ് മുട്ടന്മാരെ കൊണ്ട് ക്രോസ് ചെയ്യിക്കാം. ആ സ്ഥാനത്ത് ക്രോസ് ബ്രീഡ് ഫീമെയിൽസ് ആകുമ്പോൾ ആൾക്കറിയാൻ പറ്റും ഏത് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചാൽ ഏറ്റവും നല്ല കുട്ടികൾ ഇറങ്ങാമെന്ന്. അവർക്കത് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കാം. അപ്പോൾ അറിവുള്ള ആളുകൾ പറയണത് നമ്മൾ കേട്ടിട്ട് ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഈ കാണിക്കുന്ന മുട്ടൻ ഇത് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ എടത്തനാട്ടുകാരെയാണ്. സ്റ്റഡ് സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റഡ് സർവീസിന് താല്പര്യമുള്ളവർ 9777103843 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി നമ്മൾ പറയുന്ന ആടുകൾ എല്ലാം നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയാണ് കേട്ടോ. ഫസ്റ്റ് കാണിക്കുന്ന ഈ ആടും അതിൻ്റെ 2 കുട്ടികളും, ഒരു മെയിലും ഒരു ഫീമെയിലാണ്. 3ാമത്തെ പ്രസവമാണ് കേട്ടോ. ഇത് 3നും കൂടി ഉദ്ദേശിക്കുന്ന വില 13,800 രൂപ. ഇതിനെ വേണ്ടവർ 9567859612 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഞാൻ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ കാണിക്കുന്ന എല്ലാ ആടുകളും സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് നമുക്കറിയാം ഏറ്റവും നല്ല ആടുകൾ നമ്മുടെ നാടൻ ആടുകളാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീറ്റ ചിലവ് വളരെ കുറവാണ്. അഴിച്ചിട്ട് വളർത്താൻ പറ്റും. കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്വാറൻറ്റൈൻ ചെയ്യുക, ബാഹ്യപരാധങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അഴിച്ചിട്ട് വളർത്തുന്ന ആടുകൾക്ക് നമ്മുടെ കൂട്ടിലിട്ട് വളർത്തുന്ന ആടുകളെക്കാളും ബാഹ്യപരാധങ്ങൾ കൂടുതലുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട മരുന്നുകളൊക്കെ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ നമ്മളുടെ പല ആളുകളും പല രീതിയിലാണ് ആടുകൾക്ക് തീറ്റ കൊടുക്കുന്നത്, കുടികൾ കൊടുക്കുന്നത്. അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റക്രമം അവർ കൊടുക്കുന്ന തീറ്റ ആദ്യം കൊടുക്കുക, അതിനുശേഷം നമ്മുടെ തീറ്റക്രമത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ അഴിച്ചിട്ട് വളർത്തുന്നില്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുറച്ച് മീനെണ്ണയും മിനറൽ മിക്സ്ചറൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് ചെക്ക് ചെയ്യിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ണ് പരിശോധിച്ച് ബ്ലഡ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അതേപോലെ വിരമരുന്ന് കൊടുക്കാൻ മറക്കരുത്.
കുട്ടികൾക്കായാലും പ്രസവിച്ച തള്ളയ്ക്കായാലും പ്രസവിച്ചിട്ടൊരു 2 ആഴ്ച 3 ആഴ്ച ആകുമ്പോഴേക്കും വിരമരുന്ന് കൊടുക്കാം. അത് ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് ഏതാ കൊടുക്കേണ്ടതെന്ന് ചോദിച്ച് അത് കൊടുക്കുക. കൃത്യസമയത്ത് അത് കൊടുക്കുക. അതേപോലെ മെയ്റ്റിങ് ഇപ്പോൾ പൊളയെടുക്കുന്നതിന് മുന്നും അത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം മാത്രം മെയ്റ്റ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് വളർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ കാണുന്ന ആടും 3 പെടക്കുട്ടികളും വിൽപ്പനയ്ക്ക്. ഇത് 3നും 4നും കൂടി ഉദ്ദേശിക്കുന്ന വില 16,800 രൂപ. ഇപ്പോൾ 3 കുട്ടികളാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചിട്ട് വേണം കേട്ടോ പാല് കൊടുക്കാൻ. 3 കുട്ടികൾക്കും തുല്യമായിട്ട് പാല് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമാണ് അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏത് ഒരു ആട്ടിൻകുട്ടിക്ക് കൂടുതൽ പാല് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആട്ടിൻകുട്ടിക്ക് പാല് കുറവ് കിട്ടി കഴിഞ്ഞാൽ വളർച്ചേനെ ബാധിക്കും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം കൊടുക്കാൻ, എപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ 3 കുട്ടികളാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കുടിപ്പിക്കുക. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറന്നിട്ടായാലും കുടിപ്പിക്കാം. കൺട്രോൾ ചെയ്ത് കുടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കൂട്ടിൽ വെറുതെ അഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യമുള്ളവൻ ബാക്കിയുള്ള 2 കുട്ടികൾക്കും കുട്ടികളെ കുടിപ്പിക്കാതെ അവൻ തന്നെ കുടിച്ച് തീർക്കും. പെടക്കുട്ടിയാണെങ്കിലും ആരോഗ്യമുള്ള പെടക്കുട്ടി ബാക്കിയുള്ള കുട്ടിക്ക് കുടിക്കാൻ ചാൻസ് കൊടുക്കില്ല. അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തീറ്റക്രമം. അതേപോലെ അഴിച്ചിട്ട് വളർത്തുക. അഴിച്ചിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. സ്ഥലം ഉണ്ടെങ്കിൽ അഴിച്ചിട്ട് വളർത്തുക. അതേപോലെ തന്നെ ഈ കാണിക്കുന്ന ആട് 2ാമത്തെ പ്രസവം 2 മുട്ടൻകുട്ടികൾ. ഇത് 3നും കൂടി ഉദ്ദേശിക്കുന്ന വില 19,800 രൂപ. നല്ല പൊക്കവും ഇടനീളവും ആവശ്യത്തിന് നന്നായിട്ട് പാലുള്ള ആടാണ്. ഇത് നിൽക്കുന്നത് സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ്. ഒന്നുകൂടി നമ്പർ പറയാം: 9567859612. അപ്പോൾ പേരൻറ്റ് സ്റ്റോക്കായിട്ട് വാങ്ങി നിർത്താൻ പറ്റുന്ന അടിപൊളി ആടാണ് കേട്ടോ. പിന്നെ നമ്മളെ ആടിനെ വാങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് പഠിക്കുക. ആടുകളെ കുറിച്ച് പഠിക്കുക. ഏതാണ് ബ്രീഡ്, ഏതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ലത്, പിന്നെ എങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ വരിക, അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും കുറേ ആളുകൾ സഹായിക്കാനുണ്ടാവും നമ്മളെ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ അത് പറഞ്ഞു തരാനൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ പഠിക്കാൻ നോക്കുക. പിന്നെ അകിട് വീക്കം വരാതെ ശ്രദ്ധിക്കുക. അകിട് വീക്കാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത് കേട്ടോ. അത് വരാതെ ശ്രദ്ധിക്കുക. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഗ്രോത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. നന്നായിട്ട് പാല് കിട്ടി വളരുന്ന കുട്ടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അത് മനസ്സിലാക്കാം. പിന്നെ എപ്പോഴും പോയി കണ്ടു വാങ്ങുക. ഏതൊരു ആടിനെയും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, പോയി കണ്ട് വാങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ആടിനെ വളർത്തി പരിചയമുള്ള നല്ലൊരു കർഷകനെ കൂടെ കൊണ്ടുപോവുക. വിശ്വസിക്കാവുന്ന ഒരു നല്ലൊരു കർഷകനെ കൂടെ കൊണ്ടുപോവുക. ഇപ്പം നമ്മളുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ആളുടെ അടുത്ത് ചോദിക്കുക, ആ റേറ്റിന് ലാഭമാണോ നഷ്ടമാണോ, ഈ ആടിനെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ലാഭങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കും. ഇതൊക്കെ ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ ഇതേത് മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിച്ചതെന്ന് എപ്പോഴും നമ്മൾ ചോദിച്ച് അറിയാം. അതെപ്പോഴും വേണം കേട്ടോ. അതറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്ത് പുറത്തുള്ളവരാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടനെ കൊണ്ട് തന്നെ ഈ കുട്ടികൾ വലുതാകുമ്പോൾ ക്രോസ് ചെയ്യിച്ച് കഴിഞ്ഞാൽ അതിന് ഗ്രോത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അടുത്ത് പുറത്തുള്ളവർ വാങ്ങുമ്പോൾ ഏതാ മുട്ടെന്ന് ചോദിക്കുക, എവിടുന്ന് ക്രോസ് ചെയ്യിച്ചെന്ന് ചോദിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെക്കുക. അതേപോലെ നമ്മുടെ വീട്ടിലൊരു ആട്ടുംകുട്ടി ജനിച്ച് കഴിഞ്ഞാൽ ഡേറ്റ് എഴുതി വയ്ക്കുക. ഡേറ്റ് എഴുതി വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഓർമ്മയുണ്ടാവും. ഞാനൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആട്ടുംകുട്ടി പ്രസവിച്ചാൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലിടും അല്ലെങ്കിൽ യൂട്യൂബിലിടും. അപ്പോൾ നമുക്ക് മറന്നു പോയിന്ന് വരാം, അല്ലെങ്കിൽ എഴുതി വയ്ക്കാൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷേ അത് അവിടെ ഉണ്ടാവും. നമ്മളുടെ ഫോണിൽ ഇത്ര മെമ്മറി കൂടിയാലും എന്ത് വന്നാലും പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എന്ന് വേണമെങ്കിലും നമുക്കത് ചെക്ക് ചെയ്യാം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഡോക്ടർമാരായിട്ടൊക്കെ നല്ല കണക്ഷൻ വെക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ആടുകൾക്ക് സ്കീമുകളൊക്കെ വരും. അത് പഞ്ചായത്തുകളാണ് തീരുമാനിക്കുക കേട്ടോ. ഏത് കൃഷിക്കാണോ അല്ലെങ്കിൽ ആടിനാണോ പശുവിനാണോ പോത്തിനാണോ സ്കീം കൊടുക്കുന്നതെന്നൊക്കെ അവരാണ് തീരുമാനിക്കുക. അപ്പോൾ പഞ്ചായത്തിലോ ബ്ലോക്കിലൊക്കെ പോയി നോക്കണം എപ്പോഴും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ, ഇപ്പോൾ പഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കൂടുമ്പോഴോ അതില്ലെങ്കിൽ
നഗരസഭയാണെങ്കിൽ അവിടുത്തെ മീറ്റിങ്ങുകളിലൊക്കെ പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ മൃഗ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ 2ാം പ്രസവത്തിലെ ഈ ആടും 2 കുട്ടികളും വിൽപ്പനയ്ക്ക്. ഒരു മുട്ടൻ, ഒരു പെട, ഇത് 3നും കൂടി ഉദ്ദേശിക്കുന്ന വില 21,800 രൂപ. ഇതും സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്. നേരത്തെ നമ്പർ എഴുതിയെടുക്കാത്തവർ ഒന്നുകൂടി എഴുതിയെടുത്തോളൂ. 9567859612. പിന്നെ ഇനി വേനൽക്കാലം വരാൻ പോകുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ വെള്ളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുല്ല് ഇപ്പോൾ വളർത്താൻ ഏറ്റവും എളുപ്പം എന്ന് അറിയാൻ വെച്ച് കഴിഞ്ഞാൽ കൊന്നയായിരിക്കും. കൊന്ന, ചെമ്പരത്തി, നന്നായിട്ട് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ കൊന്ന, ചെമ്പരത്തി, ഈ സാധനങ്ങൾ പെട്ടെന്നുണ്ടാവും. അത് വളർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മൾബറി. ഇനി പുല്ലിന് ക്ഷാമം വരാൻ പോകുന്ന സമയങ്ങളാണ്. പുല്ല് വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പഴിച്ചിട്ട് വളർത്താൻ പറ്റാത്തവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഇനി ഡ്രൈ സീസണാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്